ഒരു തരം കാട്ടുകുണ്ടകളുടെ ആസ്ഥാനമായി രണ്ട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഒന്ന് ആന്തൂർ, ഒന്ന് മലപ്പട്ടം. CPM എന്ന് പറയുന്ന ഈ രണ്ട് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ കാട്ടുമൃഗങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. സുധാകരൻ MP റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. ജില്ലയിൽ ഇപ്പോൾ 14 ഇടത്താണ് LDF സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ വിജയിച്ചത്. ജനാധിപത്യപരമല്ല എന്നുള്ളൊരു വിമർശനം UDF നേരത്തെ തന്നെ ഉന്നയിക്കുകയാണ്. ആ വിമർശനത്തിന് ഉന്നയിച്ചത് യാഥാർത്ഥ്യമല്ലേ? അത് എല്ലാ ആളുകൾക്കും അറിയാലോ. അവിടെ UDFൻ്റെ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ സ്വാതന്ത്ര്യമുണ്ടോ? അവിടെ അവർക്ക് ഏതെങ്കിലും അതിൻ്റെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൻ്റെ എല്ലാം ബ്ലോക്കല്ലേ? എവിടെ അവർക്ക് സ്വാതന്ത്ര്യം? ഇറങ്ങി നടക്കാൻ പറ്റില്ല. വീടുകൾ വളഞ്ഞ് ഭയപ്പെടുത്തുന്നു, ഒറ്റക്ക് കണ്ടാൽ അടിക്കുന്നു. എങ്ങനെ ആടെ പ്രവർത്തിക്കാൻ പറ്റും? പോലീസിന് നടപടിയില്ല, നിഷ്ക്രിയമാണ് പോലീസ്. ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും പോലീസ് തരുന്നില്ല. നീതിന്യായമില്ല, നീതിയില്ല, ഒന്നുമില്ലാത്ത ഒരു തരം കാട്ടുകുണ്ടകളുടെ ആസ്ഥാനമായി രണ്ട് പഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഒന്ന് ആന്തൂർ, ഒന്ന് മലപ്പട്ടം. അവിടെ നോമിനേഷൻ അവിടുത്തെ ആളുകൾക്ക് പ്രവർത്തിക്കാൻ പുറത്തിറങ്ങണ്ടേ? പാർട്ടി പ്രവർത്തകന്മാരെ വിളിച്ചു കൂട്ടാൻ യോഗം വിളിക്കുന്നവർക്ക് അവിടെ വന്ന് തല്ലുന്നു, വീടുകളിൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു, പുറത്തു പോയാൽ തല്ലിക്കൊല്ലു എന്ന് പറയുന്നു. ആരിറങ്ങാൻ പറ്റുക? ഇവിടെ ഇതുപോലുള്ള ഒരു കാടൻ ഗുണ്ടായിസം കേരളത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും ഒരു ദിശയിലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഗോവിന്ദൻ മാഷയുടെ നേതൃത്വത്തിൽ ഗോവിന്ദൻ മാഷയുടെ സഹവർത്തിത്വത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരം. ഈ നിർദ്ദേശകർ പോലും തങ്ങളല്ല ഒപ്പിട്ടെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് ഈ ഭീഷണി കാരണമാണോ അവരങ്ങനെ? അല്ലാതെ പിന്നെ ഒപ്പിട്ട ആൾ ആരെങ്കിലും ഞാൻ ഒപ്പിട്ടിട്ടില്ല എന്ന് പറയുമോ? അവിടെ ഈ ഒപ്പിട്ട് നിൽക്കുന്ന ആൾ അവിടെ തന്നെ റിട്ടേണിംഗ് ഓഫീസറെ മുമ്പിൽ വെച്ചിട്ട് CPM-കാർ അത് അവിടെ ഒപ്പല്ല എന്ന് പറയുമ്പോൾ റിട്ടേണിംഗ് ഓഫീസർ അങ്ങ് തള്ളുകയാണ്. അവൾ പറയുന്നു എൻ്റെ ഒപ്പാണെന്ന്. റിട്ടേണിംഗ് ഓഫീസറെ തള്ളുകയാണത്. റിട്ടേണിംഗ് ഓഫീസർക്കും അവരെ ഭയമാണ്, ഉദ്യോഗസ്ഥന്മാർക്കും അവരെ ഭയമാണ്. അതിന് സംരക്ഷണം കൊടുക്കാൻ പോലീസ് സംവിധാനവും അടിയില്ല. വിളിച്ചാൽ പോലീസ് വരില്ല, പോലീസ് ഇടപെടില്ല. ഇടപെട്ടാലും പരിഹാരം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ഭരണം, ഒരു ഭരണകൂടം, ഒരു സർക്കാർ ഇല്ലാത്ത ഒരു നാട് പോലെ കാട്ടു മനുഷ്യന്മാരെ പോലത്തെ ഒരു ജനസമൂഹമാണ് ഇടതുപക്ഷത്തിൻ്റെ ജനസമൂഹം ഈ രണ്ട് പഞ്ചായത്തിൽ. എന്നാൽ ഏത് കാലം നന്നാവും എന്നെനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളിത് നോക്കി നിൽക്കില്ല. ഞങ്ങളിതിനെ പ്രതികരിക്കാനുള്ള കാര്യത്തെക്കുറിച്ച് ഗൗരവമായി പാർട്ടി ആലോചിക്കും. ഒരു CPM-ൻ്റെ അക്രമത്തെ ഭയന്ന് അവിടെ രാഷ്ട്രീയം ഉപേക്ഷിക്കാനൊന്നും കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. നമ്മൾ മുമ്പോട്ട് പോകും. എന്ത് എതിർപ്പിനെയും അതിജീവിക്കാൻ സാധിക്കുന്ന കരുത്തുറ്റ പ്രവർത്തനവുമായി ഞങ്ങൾ അവിടെ നാളെ ഇറങ്ങും. ഉദ്യോഗസ്ഥർക്കും ഇതിൽ പങ്കുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അതായത് മലപ്പട്ടത്ത് ഈ റിട്ടേണിംഗ് ഓഫീസർ ഒപ്പ് ഇതാണെന്ന് സാക്ഷ്യപ്പെടുത്തി. പക്ഷേ CPM പ്രവർത്തകരുടെ ഭീഷണി കാരണം പത്രിക തള്ളി, അത് മാറ്റി തള്ളി. അതുകൊണ്ട് CPM പറയുന്നതാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വേദവാക്യം. സ്വന്തം ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾ ഞാനാ ഒപ്പിട്ടത് എൻ്റെ ഒപ്പാണ് എന്ന് പറയുമ്പോഴും റിട്ടേണിംഗ് ഓഫീസർ പറയുന്നു അതല്ല എന്ന്. ആരാ അദ്ദേഹം പറയേണ്ടത്? അത് അങ്ങനെ പറയേണ്ടത് ആ പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ല, CPM-കാർ പറയിപ്പിക്കുന്നതാണ്. അപ്പോൾ ആശങ്ക, ഭയപ്പാട് അവർക്കുണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ ജീവിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ താല്പര്യം ഉണ്ടാവില്ലേ? ആരാലും CPM-കാരൻ്റെ അടികൊള്ളാനും പിടികൊള്ളാനും അവർക്ക് താല്പര്യം ഉണ്ടാവുമോ? സ്വാഭാവികമായും തലതാഴ്ത്തി കളയും. ഉദ്യോഗസ്ഥന്മാർ എവിടെ നിന്നൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാരല്ലേ, അവിടുത്തെ ആന്തൂരുകാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. CPM എന്ന് പറയുന്ന ഈ രണ്ട് പഞ്ചായത്തിലെ പാർട്ടി പ്രവർത്തകന്മാർ കാട്ടുമൃഗങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത്രയും പരിഷ്കൃതമായ സമൂഹത്തിൽ, ഇത്രയും ജനാധിപത്യം ഊന്നി നിൽക്കുന്ന ഒരു കേരളത്തിൽ ഇതുപോലെ വൃത്തികേട് കാണിക്കാൻ സാധിക്കുന്ന മനസ്സ് അവർക്കല്ലാതെ, മൃഗങ്ങൾക്കല്ലാതെ, കാട്ടുമൃഗങ്ങൾക്കല്ലാതെ മനുഷ്യന്മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനിയിപ്പോൾ എങ്ങനെ UDF, കോൺഗ്രസ് ഇതിനെ ഏത് രീതിയിൽ നേരിടാനാണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളവിടെ കുറച്ച് ആളുകളെയൊക്കെ ഒന്ന് കൊണ്ടുവന്ന് താമസിപ്പിച്ചൊക്കെ അവരെയൊക്കെ നമ്മളൊന്ന് വൈറ്റപ്പ് ചെയ്തെടുക്കും. കുറേ ആളുകളൊക്കെ ഭയപ്പെട്ട് നിൽക്കുന്നല്ലേ. ആശങ്കകളൊക്കെ മാറ്റി. വെള്ളശ്ശേരിയും പിണറായിയും ഒക്കെ ഞങ്ങൾ കയറിയില്ലേ? പണ്ടും ഇങ്ങനെ വെള്ളശ്ശേരിയിലും പിണറായിലും അങ്ങനെ ആയിരുന്നല്ലോ. ഇതുപോലെ തന്നെയല്ലേ വെള്ളശ്ശേരി, ഇതുപോലെ ആയിരുന്നല്ലേ പിണറായി. അവിടെയൊക്കെ ഞങ്ങൾ മാറ്റിയെടുത്തില്ലേ? ആ മാറ്റിയെടുത്ത ക്രമം ഞങ്ങൾ ഇവിടെയും കൊണ്ടുവരും. മറ്റൊരു കാര്യം ഈ വിമതശല്യമാണ്. എങ്ങനെയാണ് ഇതിപ്പം അവസാനിക്കാൻ പോകുന്നത്? വിമതരെ എങ്ങനെ നേരിടും എന്നുള്ളതാണ്. നമുക്ക് അത്ര വലിയ വിമതരൊന്നും ഇല്ലല്ലോ. എവിടെയാണ് വിമതർ? കോർപ്പറേഷനിൽ ആരാ വിമതർ? ഇന്ദിരയ്ക്ക് ആര്? വിമത സ്ഥാനാർത്ഥി മത്സരിക്കും. ഒരു വനിത അതൊക്കെ രാജ്യത്ത് സ്വാഭാവികമല്ലേ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. നടുവിലും ഒരു വിമതനുണ്ട്. അതൊക്കെ ഒരു വിമതനൊന്നും ഒരു പ്രശ്നമല്ലെന്നേ. അതൊരു പ്രശ്നമാവില്ല. ഒരു പ്രശ്നമാവില്ല. അതൊന്നും നമ്മളെ വിജയത്തിനതൊന്നും തടസ്സമല്ല. ഏതായാലും നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ് കോർപ്പറേഷൻ ഞങ്ങൾ ഉറപ്പായി കോർപ്പറേഷൻ ഞങ്ങൾ
UDFിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരും. ഏതായാലും ആന്തൂരിൽ ഉൾപ്പെടെ ജനാധിപത്യപരമല്ല LDFിൻ്റെ നീക്കം എന്നുള്ളതാണ് കെ സുധാകരൻ MP ആരോപിക്കുന്നത്. കൂടാതെ ചില ഉദ്യോഗസ്ഥരും ഇത്തരത്തിൽ LDFിന് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവഴിക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.